നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഉറങ്ങാൻ പറ്റുന്നില്ല സാറുമാരെ. മകൻ നടുക്കടലിൽ കപ്പലിൽ കുടുങ്ങിക്കിടക്കുന്നു. മകനെ തിരിച്ചെത്തിക്കാൻ ആരെങ്കിലും ഒന്ന് സഹായിക്കണേ. ആലപ്പുഴക്കാരായ മാതാപിതാക്കളുടെ ആവലാതി പറച്ചിലാണ് ഇത്. മകന്റെ ജീവന് വേണ്ടി അവർ യാചിക്കുകയാണ്. ഇറാനിയൻ കപ്പലിൽ എഞ്ചിൻ ടെക്നീഷ്യനായ ആലപ്പുഴ പള്ളിപ്പാട് സ്വദേശി ജെറിൻ ജോർജ് നാട്ടിലേക്ക് മടങ്ങാനാകാതെ ഇറാനിൽ കുടുങ്ങിക്കിടക്കുന്നത്. 45 ദിവസമായി ജെറിൻ ഉൾപ്പെടെ 12 മലയാളികൾ വിവിധ കപ്പലുകളിലായി ഇറാനിലെ തുറമുഖത്ത് പേടിച്ചു വിറച്ച് കഴിയുന്നത്. കൊണ്ടുപോയ ഏജൻസിയോ കപ്പൽ കമ്പനിയോ കൃത്യമായ മറുപടി നൽകുന്നില്ലെന്നും വേണ്ട ഇടപെടൽ നടത്തി ജെറിൻ ഉൾപ്പെടെയുള്ളവരെ നാട്ടിലെത്തിക്കണമെന്നുമാണ് കുടുംബത്തിന്റെ ആവശ്യം. ദുബായ് ബേസ്ഡ് ആയ സീ സ്റ്റാർ ഷിപ്പിംഗ് കമ്പനിയിലെ ഇറാൻ ചരക്ക് കപ്പലിലാണ് ജെറിൻ ജോലി ചെയ്യുന്നത്. എന്നാൽ ഏജൻസിയിൽ വിളിക്കുമ്പോൾ അവർ കൈമലർത്തുന്നു. കപ്പൽ കമ്പനിയാകട്ടെ ഒന്നും പ്രതികരിക്കുന്നതുമില്ല. ഇതോടെയാണ് കുടുംബം ആശങ്കയിലായിരിക്കുന്നത്. ഹോർമുസിൽ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയതും കപ്പലുകൾ പുറത്തേക്ക് കടക്കാതെ തടയുന്നതും ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. ചാനൽ വാർത്തകളിലൂടെ കാര്യങ്ങൾ അറിയുന്നതല്ലാതെ മറ്റൊരു വിവരവും ബന്ധപ്പെട്ടവരിൽ നിന്ന് ലഭിക്കുന്നില്ലെന്ന് മാതാപിതാക്കൾ പറയുന്നു. എത്രയും പെട്ടെന്ന് വേണ്ട ഇടപെടൽ നടത്തി ഇവരെ നാട്ടിൽ എത്തിക്കണമേ എന്നാണ് കുടുംബം എല്ലാവരോടും ആവശ്യപ്പെടുന്നത്. KC വേണുഗോപാൽ MP പരാതി നൽകിയിട്ടും എംബസിയിൽ ബന്ധപ്പെട്ടിട്ടും ഒരു നടപടിയും ഉണ്ടായില്ലെന്നും കുടുംബം പറയുന്നു. ഇറാനിൽ വളരെ പ്രയാസത്തിലാണ് മകൻ കഴിയുന്നത് എന്ന് അമ്മ ലില്ലി പറയുന്നു. മകനെ എങ്ങനെയെങ്കിലും നാട്ടിലെത്തിക്കുക എന്നതാണ് ഇപ്പോൾ ഞങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. 40 ദിവസത്തോളമായി കപ്പലിൽ കുടുങ്ങിക്കിടക്കുകയാണ് അവൻ. 8 മാസമായി നാട്ടിൽ നിന്ന് പോയിട്ട്. മാർച്ചിൽ നാട്ടിൽ വരാനിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഫെബ്രുവരി 27 യുദ്ധം തുടങ്ങുന്നത്. കപ്പൽ ഇറാനികളുടേതായതിനാൽ ഇറാനിൽ എത്തിച്ചിരിക്കുകയാണ്. നിലവിൽ വരാൻ പറ്റാത്ത സാഹചര്യത്തിലാണ്. വിളിച്ചാൽ കിട്ടുന്നുണ്ട്, എന്നാൽ ചില സമയത്ത് കിട്ടാറില്ല. ആ സമയത്ത് ആശങ്ക വർദ്ധിക്കുമെന്നും ഉറങ്ങാൻ പോലും കഴിയുന്നില്ല എന്നും അമ്മ ലില്ലി പറയുന്നു. ഇവിടെ പണം നൽകിയാൽ മാത്രമേ വിളിക്കാൻ കഴിയൂ. കപ്പലിലെ ഭക്ഷണ സാധനങ്ങളൊക്കെ തീർന്നുകൊണ്ടിരിക്കുകയാണെന്നും മകൻ തന്നോട് പറഞ്ഞതായി അമ്മ ലില്ലി വ്യക്തമാക്കി. മകനെ എത്രയും പെട്ടെന്ന് രക്ഷിച്ചെടുക്കണം എന്ന് എല്ലാവരോടും കൂടി അഭ്യർത്ഥിക്കുകയാണെന്നും ഈ അമ്മ തൊഴുതുകൊണ്ട് പറയുന്നു. രമേശ് ചെന്നിത്തലയ്ക്കും KC വേണുഗോപാലിനും പരാതി നൽകിയിരുന്നുവെന്നും ജെറിന്റെ അച്ഛൻ ജോർജ് ജേക്കബും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതുപോലെ ആശങ്കയിലാണ് മറ്റ് നിരവധി കുടുംബങ്ങൾ. ഇത്തരം ആശങ്കയുമായി ജീവിക്കുകയാണ്. അവർക്ക് മക്കൾ സുരക്ഷിതരാണോ എന്ന് അറിയാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. ഈ യുദ്ധം തങ്ങളെ വേവലാതിയിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുകയാണെന്നും ഈ മാതാപിതാക്കൾ പറയുന്നു. അമേരിക്കൻ ഉപരോധം മറികടന്ന് ചില ഇറാനിയൻ കപ്പലുകൾ പുറത്തേക്ക് കടക്കാൻ ശ്രമിച്ചത് US സൈന്യം തടഞ്ഞിരുന്നു. ഈ കപ്പലുകൾ തിരികെ ഇറാനിയൻ തുറമുഖത്തേക്ക് തന്നെ മടങ്ങിയിരിക്കുകയാണ്. കപ്പൽ തടയുന്നുണ്ടെങ്കിലും കപ്പലും കപ്പലിലെ ജീവനക്കാരെയും US സൈന്യം ആക്രമിക്കാത്തത് ആശ്വാസമാണ്. എന്നാൽ IRGC, അതായത് ഇറാൻ സേന, ബലപ്രയോഗത്തിലൂടെ കപ്പലുകൾ പുറത്തെത്തിക്കാനാണ് ശ്രമിക്കുന്നത്. കപ്പൽ ജീവനക്കാരുടെ സുരക്ഷയെ തന്നെ അവതാളത്തിലാക്കുന്നതാണ് ഈ നടപടി. ഹോർമുസ് കടലിടുക്കിൽ തന്നെ 1000-ലധികം കപ്പലുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഇതിലെല്ലാം ഇന്ത്യക്കാരായ നിരവധി ജീവനക്കാർ ഉണ്ട്. എന്നാൽ ഏറ്റവും വലിയ പ്രതിസന്ധി ഇറാനിയൻ തുറമുഖത്തകപ്പെട്ടു പോയ കപ്പലുകളുടെ കാര്യത്തിലാണ്. ഇസ്ലാമാബാദിൽ വെച്ച് അടുത്ത ഘട്ട ചർച്ച നടക്കുമെന്ന് അമേരിക്ക പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഇറാൻ ഔദ്യോഗിക പ്രതികരണം ഇതുവരെ നടത്തിയിട്ടില്ല. IRGC ആകട്ടെ യുദ്ധം എന്ന പ്രകോപനവുമായി നിൽക്കുന്നു. ഇറാൻ തുറമുഖങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ കപ്പലുകളുടെ സുരക്ഷ ചോദ്യചിഹ്നമാണ്. എന്നാൽ അമേരിക്കയോടും ഇറാനോടും ഇസ്രയേലിനോടും പൗരന്മാരെ കുറിച്ചുള്ള ആശങ്ക ഇന്ത്യ അറിയിച്ചിട്ടുണ്ട്. കപ്പലിൽ കുടുങ്ങിയ ഇന്ത്യക്കാരായവരെ എല്ലാം സേഫ് ആക്കാനുള്ള ശ്രമം വിദേശകാര്യമന്ത്രി S ജയശങ്കറിന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. ജെറിൻ ഉൾപ്പെടെ എല്ലാവരും സുരക്ഷിതരായിരിക്കട്ടെ. എത്രയും പെട്ടെന്ന് അവർ തിരികെ വരട്ടെ. പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ രാജ്യം ഏതറ്റം വരെയും പോകും. യുക്രൈൻ റഷ്യ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കെ യുദ്ധഭൂമിയിൽ ഇറങ്ങി പൗരന്മാരെ തിരികെ കൊണ്ടുവന്നവരാണ് നമ്മൾ. കപ്പലിൽ കുടുങ്ങിയ പൗരന്മാരുടെ കുടുംബാംഗങ്ങളുടെ ആശങ്ക നമുക്ക് മനസ്സിലാകും. അവർ സുരക്ഷിതരായി തന്നെ തിരികെ എത്തും എന്ന് ആ മാതാപിതാക്കളോട് പറയുകയാണ്. ആശങ്കപ്പെടേണ്ട, ഒരു നാടൊട്ടുക്ക് നിങ്ങൾക്കൊപ്പമുണ്ട്. എന്തായാലും നമ്മൾ എത്രയൊക്കെ ഒരു ആശ്വാസ വാക്ക് പറഞ്ഞാലും അവർക്കുള്ള ഒരു ആവലാതി അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. കാരണം 45 ദിവസമായി അവിടെ കുടുങ്ങിക്കിടക്കുന്നു എന്ന് പറയുമ്പോൾ, ഭക്ഷണമില്ല എന്നും ഭക്ഷണം തീർന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ ആ മാതാപിതാക്കൾക്കുണ്ടാകുന്ന വേദന അത് എത്രത്തോളമാണ് എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും അവരെല്ലാവരും സുരക്ഷിതരായിരിക്കട്ടെ. എത്രയും പെട്ടെന്ന് അവരെ തിരികെ എത്തിക്കാൻ കഴിയട്ടെ.
ഇതിനിടെ ഹോർമുസ് ഉപരോധം 2 ദിവസം പൂർത്തിയാകുമ്പോൾ സമ്പൂർണ്ണമാണെന്നാണ് അമേരിക്കയുടെ അവകാശവാദം. ഇക്കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ ഒറ്റ കപ്പലും ഹോർമുസ് കടലിടുക്ക് കടന്നിട്ടില്ല എന്നാണ് അമേരിക്കൻ ഭരണകൂടം പറയുന്നത്. ഹോർമുസ് ഉപരോധത്തിന് വേണ്ടി മാത്രം 10,000 സൈനികരെ വിന്യസിച്ചതായും 12 പടക്കപ്പലുകളും 100 വിമാനങ്ങളും ദൗത്യത്തിൽ പങ്കാളികളായതായും അവകാശപ്പെട്ട US സെൻട്രൽ കമാൻഡ് ഇവിടെ എത്തിയ കപ്പലുകളെ മടക്കി അയച്ചിട്ടുണ്ടെന്നും പറഞ്ഞു. 2 ദിവസത്തിനകം ഇറാനുമായി സമാധാന ചർച്ച പുനരാരംഭിക്കുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനം നിലനിൽക്കെ ഹോർമുസിൽ അമേരിക്കയുടെ നാവിക ഉപരോധം തുടരുന്നത് ഒരു കല്ലുകടിയാണ്. എന്നാൽ ഉപരോധം ഇതുവരെയും സംഘർഷത്തിലേക്ക് നീങ്ങാത്തത് ഒരു ശുഭസൂചനയാണ്. ചർച്ചകൾക്കുള്ള സാധ്യതകളിൽ ഇറാൻ പ്രതികരിച്ചിട്ടില്ല. ഈ വാരാന്ത്യത്തിനുള്ളിൽ ചർച്ചയുണ്ടാകും എന്നാണ് പ്രതീക്ഷ. അമേരിക്ക ഇറാൻ അടുത്ത ഘട്ട ചർച്ച നടക്കുമെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് വൈറ്റ് ഹൗസ്. ഇസ്ലാമാബാദിലായിരിക്കും ചർച്ചയെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഇതിനിടെ ഗൾഫ് മേഖലയിൽ നിന്ന് മഞ്ഞുരുക്കത്തിന്റെ ഒരു സൂചനയും വരുന്നുണ്ട്. UAE വൈസ് പ്രസിഡന്റുമായി ഇറാൻ പാർലമെന്റ് സ്പീക്കർ സംസാരിച്ചു. ഷെയ്ഖ് മൻസൂർ ബിൻ സായിദ് ഗാലിബാഫ് ചർച്ച സംഘർഷങ്ങൾ അവസാനിപ്പിക്കുന്നതിനെ കുറിച്ചാണെന്നാണ് വിവരങ്ങൾ. UAE നിരന്തരം നേരിട്ട ആക്രമണങ്ങൾക്ക് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്ന ആദ്യ ഉന്നതതല ചർച്ചയാണിത്. നിലവിലെ വെടിനിർത്തൽ കരാർ ഏപ്രിൽ 21 അവസാനിക്കാനിരിക്കെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും ശുഭപ്രതീക്ഷയുണ്ടെന്നും വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലീവിറ്റ് വ്യക്തമാക്കി. ഔദ്യോഗികമായി ഒരു കരാറിൽ എത്തിയിട്ടില്ലെങ്കിലും നയതന്ത്ര ചർച്ചകൾ ഫലപ്രദമാണെന്നാണ് അമേരിക്ക പറയുന്നത്. UAEയും ഇറാനുമായി സംസാരിച്ചതോടുകൂടി ഒരു വാതിൽ തുറന്നു കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ ഇപ്പോൾ ലോകരാജ്യങ്ങൾക്ക് വന്നിട്ടുണ്ട്. കാരണം ലോകരാജ്യങ്ങളെല്ലാം തന്നെ പ്രതിസന്ധിയിലാണ്. ഹോർമുസിൽ ഇരുവശങ്ങളിലായി കെട്ടിക്കിടക്കുകയാണ് പല രാജ്യങ്ങളുടെയും കപ്പലുകൾ. ഒരു തരത്തിലും പുറത്തേക്കോ അകത്തേക്കോ കടക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം. എണ്ണവില കുതിച്ചുയരുകയാണ്. പ്രതിസന്ധി രൂക്ഷമായി മാറിക്കൊണ്ടിരിക്കെ ഈ യുദ്ധം അവസാനിപ്പിക്കേണ്ടത് ലോകത്തിൻ്റെ ഒരാവശ്യമായി മാറിയിരിക്കുകയാണ്. എന്നാൽ കടുംപിടുത്തവുമായി ഇപ്പോഴും നിൽക്കുന്നത് IRGC ആണ്. ആയത്തുള്ള അലി ഖമനേയി ഉൾപ്പെടെയുള്ളവരെ കൊലപ്പെടുത്തിയ ഇസ്രയേൽ അമേരിക്കൻ സഖ്യത്തിന് തക്കതായ മറുപടി കൊടുക്കും എന്ന് വാദിച്ച് ഇപ്പോഴും IRGC കടുംപിടുത്തത്തിൽ നിൽക്കുന്നു. എന്നാൽ സമാധാന ചർച്ചകൾക്ക് സാധ്യത ഉണ്ടെന്നും അതിലേക്ക് കാര്യങ്ങൾ എത്തണമെന്നും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്ക്യാൻ ആവശ്യപ്പെടുകയാണ്. കാരണം രാജ്യം പ്രതിസന്ധിയിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. വിലക്കയറ്റം രൂക്ഷമാകുന്നു. എണ്ണ പുറത്തേക്ക് എത്തിക്കാൻ കച്ചവടം നടത്താൻ കഴിയുന്നില്ല. വലിയ തോതിൽ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം ഇറാൻ സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഇത് തള്ളിക്കൊണ്ടു പോകാൻ കഴിയുന്നതല്ല. സാമ്പത്തിക നട്ടെല്ലൊടിഞ്ഞു വീഴും. അല്ലെങ്കിൽ തന്നെ ഉപരോധങ്ങൾ കൊണ്ട് അമേരിക്ക ഇറാനെ വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ എണ്ണ വ്യാപാരം കൂടി നിലച്ചാൽ പ്രതിസന്ധി രൂക്ഷമാകും. ഇതറിയാവുന്നത് കൊണ്ട് ഇറാൻ പ്രസിഡന്റ് ഇപ്പോൾ സമാധാനത്തിൻ്റെ ഒരു പാത സ്വീകരിച്ചിരിക്കുകയാണ്. എന്നാൽ അപ്പോഴും നീറുപോലെ നിൽക്കുന്നത് IRGC ആണ്. ഈ പറയുന്നത് പോലെ തന്നെ പല രാജ്യങ്ങളുടെ കപ്പലുകൾ കെട്ടിക്കിടക്കുമ്പോൾ അതിലൊക്കെ നിരവധി ജീവനക്കാർ പല രാജ്യങ്ങളിലുള്ളവരാണ്. ആ കുടുംബാംഗങ്ങളുടെ ഒരു വേവലാതി നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. കാരണം യുദ്ധമുഖത്ത് കിടക്കുകയാണ് ആ കപ്പലുകൾ. എന്തും സംഭവിക്കാം എന്നുള്ള ഒരു നില. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കമാണ് രാജ്യങ്ങൾ, അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് രാജ്യങ്ങൾ നടത്തുന്നത്. ലോകരാജ്യങ്ങൾ ചൈന ഇതിൽ ഇടപെടണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഈ വിഷയത്തിലേക്ക് ചൈനയ്ക്ക് ഇറങ്ങേണ്ടി വന്നിരിക്കുകയാണ്. കാരണം എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ്, ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതിയുള്ള രാജ്യമാണ് ചൈന. അവർക്ക് എണ്ണ എത്തിയില്ലെങ്കിൽ വലിയ പ്രതിസന്ധിയിലേക്ക് എത്തും. അതുകൊണ്ട് തന്നെ ഹോർമുസ് തുറക്കേണ്ടത് ഇപ്പോൾ ചൈനയുടെയും കൂടി ആവശ്യമാണ്. ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു സമാധാന കരാറിലെത്തണം എന്നുള്ള ആവശ്യം ചൈന മുൻപോട്ട് വച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.